2 വർഷത്തിന് മുകളിലായി ഇന്ത്യയിലെ ഏകദേശം എല്ലാ സംസ്ഥാനങ്ങളിലും നെറ്റ്സർഫിന്റെ ഓർഗാനിക് ബയോഫിറ്റ്സ് വളങ്ങൾ ഉപയോഗിച്ച് അതിൽ നിന്ന് കിട്ടിയ നേട്ടങ്ങൾ കിട്ടിയ കർഷകരുടെ അറിയിപ്പുകളും ആ പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിച്ച് കിട്ടുന്ന നേട്ടങ്ങളും ആ പ്രൊഡക്റ്റുകൾ ഏത് രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുവാൻ ഈ അടുത്ത 1 മണിക്കൂറോളം നമ്മുടെ നിതീഷ് സാറ് നമ്മുടെ കൂടെ ഉണ്ട്. നിതീഷ് സാറിനെ നെറ്റ്സർഫ് കേരളയുടെ പേരിലും നെറ്റ്സർഫ് ഇന്ത്യയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ മീറ്റിംഗിൽ പങ്കെടുത്ത് നല്ല രീതിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ കർഷകരെയും ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. യെസ് നിതീഷ് സാർ, കണ്ടിന്യൂ സാർ. താങ്ക് യു സാബു സർ. കർണാടകയിൽ ഇരുന്നുകൊണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കർണാടകയിലും നെറ്റ്സർഫിന്റെ പ്രവർത്തനങ്ങളും പ്രൊഡക്റ്റും കൊടുത്ത റിസൾട്ടുകൾ നേടിയെടുത്ത പ്രിയപ്പെട്ട സാബു സാറിനുള്ള സ്നേഹവും ഇൻട്രൊഡക്ഷൻ ചെയ്തുള്ള നന്ദിയും ആദ്യമായി തന്നെ നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ മീറ്റിംഗിൽ ഇവിടെ എത്തിയിരുന്ന മുഴുവൻ കർഷക സുഹൃത്തുക്കളെയും നെറ്റ്സർഫിന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെയും ഏറെ സ്നേഹപൂർവ്വം ഈ ഒരു സൂം മീറ്റിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് കടക്കാം. ആദ്യമായി തന്നെ നമ്മുടെ നെറ്റ്സർഫ് എന്ന് പറയുന്ന ഈ ഒരു കേരളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിൽ ഇന്നത്തേത് വരുന്ന നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഗുണങ്ങളും അതോടൊപ്പം തന്നെ ഈ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ 24 വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ തന്നെ 24 സംസ്ഥാനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകതകളും അത് ഉപയോഗിച്ചാൽ കർഷകർക്ക് കിട്ടുന്ന ഗുണങ്ങളും അതിന്റെ ഓതറൈസർ ആണെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ മീറ്റിംഗിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും മീറ്റിംഗ് പൂർണ്ണമായിട്ട് നിങ്ങൾ കേൾക്കുക, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കുക, അതോടൊപ്പം തന്നെ നിങ്ങൾ കൃഷിയിടത്തിലേക്ക് ഇത് ഉപയോഗിക്കുക എന്നത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ആദ്യമായി തന്നെ ഞാൻ ഒരു 3 പിക്ചർ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മളുടെ ജീവിതത്തിൽ ടെക്നോളജി അല്ലെങ്കിൽ പുതിയ സംവിധാനങ്ങൾ വരുമ്പോൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ മാർക്കറ്റിൽ നിന്നും ഔട്ടായ 3 പദാർത്ഥങ്ങളുടെ ഫോട്ടോയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ടത്. 1 അംബാസഡർ ആണ്, 2 നോക്കിയ മൊബൈലാണ്, 3 കൊഡാക്ക് എന്ന് പറയുന്ന ക്യാമറയാണ്. ഇന്നൊരു പക്ഷേ അംബാസഡർ എന്ന് പറയുന്ന ഒരു കാറ് നമ്മുടെ ബെൻസ് കാർ എന്ന് നമുക്ക് സൂചിപ്പിക്കാൻ വേണ്ടി സാധിച്ച ഒരു കാറായിരുന്നു അംബാസഡർ എന്ന് പറയുന്നത്. ഇന്ന് നമുക്കത് കാണുവാൻ വേണ്ടി സാധിക്കുന്നില്ല. അതുപോലെ തന്നെ നോക്കിയ മൊബൈൽ ലോകത്തിലെ 80% ജനങ്ങൾ ഉപയോഗിച്ച ഒരു മൊബൈലാണ് നോക്കിയ എന്ന് പറയുന്നത്. ആ നോക്കിയ മൊബൈൽ ഇന്ന് ജനങ്ങളുടെ കയ്യിൽ കാണുന്നില്ല. കൊഡാക്ക് എന്ന് പറയുന്ന ലോകത്തിലെ നമ്പർ 1 ക്യാമറ ആയിരുന്നെടുത്തുന്നത് ലോകത്തിലെ 10ാം നമ്പർ സ്ഥാനത്തിലേക്ക് തള്ളപ്പെട്ടു പോയത് മറ്റൊന്നും കൊണ്ടൊന്നുമല്ല, നമ്മുടെ ടെക്നോളജി ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവാതിരുന്നത് കൊണ്ടാണ് അവരൊക്കെ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോയത്. ഒരുപക്ഷെ കാർഷിക മേഖലയിലേക്ക് ഇത് പറയുവാൻ വേണ്ടി കാരണം, ഒരുപക്ഷെ കാർഷിക മേഖലയിലേക്കും പാരമ്പര്യമായി കിട്ടുന്ന നമ്മുടെ അറിവിനെ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാവുമ്പോൾ നമുക്ക് കിട്ടുന്ന ചെലവും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന വരുമാനവും ഭയങ്കരമായ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാനും നിങ്ങളും ഒക്കെ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കർഷകനും മനം മടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അതിൽ നിന്നൊക്കെ മാറ്റം വരുത്തുവാൻ വേണ്ടി കാർഷിക മേഖലയിലേക്ക് നൂതനമായ ആശയങ്ങൾ ഉപയോഗിക്കുവാൻ വേണ്ടി കർഷകർ തയ്യാറാവുന്നു. അതുകൊണ്ടാണ് ലോകത്തിലെ നമ്പർ 1 കാർഷിക രാജ്യങ്ങളായി ഇസ്രായേൽ പോലുള്ള കേരളത്തിന്റെ വലിപ്പം പോലുള്ള രാജ്യങ്ങൾ മാറുന്നുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കുന്നത് ടെക്നോളജിക്കൽ അഗ്രികൾച്ചർ മെത്തേഡാണ്, നമ്മൾ ഉപയോഗിക്കുന്നത് ട്രഡീഷണൽ അഗ്രികൾച്ചർ മെത്തേഡാണ്. അത് മാറ്റം വരുത്തുവാൻ വേണ്ടി നമ്മൾ തയ്യാറാവുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടുള്ള റിസൾട്ടിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റുന്നത്. അത് ആ ആക്സെപ്റ്റ്, അതായത് ടെക്നോളജിയെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവാതിരുന്ന 3 ഇതുപോലെ നിരവധിയായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാവും. പക്ഷെ എന്നിലും നമുക്ക് ഫെമിലിയർ ആയ 3 ഉൽപ്പന്നങ്ങളെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിച്ചു തന്നത്. നമുക്ക് നോക്കാം നെറ്റ്സർഫിന്റെ കമ്പനിയെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. നെറ്റ്സർഫ് എന്ന് പറയുന്നത് അജയ് ബയോടെക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അസോസിയേറ്റ് സ്ഥാപനമാണ് നെറ്റ്സർഫ് എന്ന് പറയുന്നത്. കാരണം അജയ് ബയോടെക് 1990കളിൽ ഇന്ത്യയിലെ ഓർഗാനിക് ഫാമിങ്ങിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നിർമ്മിതമായ ഒരു കമ്പനിയാണ് അജയ് ബയോടെക് എന്ന് പറയുന്നത്. ഈ അജയ് ബയോടെക് എന്ന് പറയുന്നത് ഓർഗാനിക് ഫാമിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ അജയ് ബയോടെക്കിന്റെ നെറ്റ്സർഫിന്റെ അസോസിയേറ്റ് സ്ഥാപനമാണ്
അജയ് ബയോടെക് എന്ന് പറഞ്ഞത്. അതുപോലെ നെറ്റ്സർഫ് എന്റർടൈൻമെന്റ്, അതുപോലെ നെറ്റ്സർഫ് റിസർച്ച് ലാബ്, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് നെറ്റ്സർഫ് റിസർച്ച് ലാബ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ നെറ്റ്സർഫ് റിസർച്ച് ലാബിലൂടെ പരിശോധിച്ച് റിസൾട്ട് ഓറിയന്റ് ആണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഓരോ കർഷകരെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 100% ഗ്യാരണ്ടിയോടുകൂടി റിസൾട്ട് ഓറിയന്റ് ആയിട്ട് നമുക്ക് ഓരോ കർഷകനും ഇത് കൊടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ മൈലാബ് എന്ന് പറയുന്നത്, മൈലാബിനെ കുറിച്ച് നമുക്കറിയാം, ഏഷ്യയിലെ നമ്പർ 1 ലാബാണ് മൈലാബ് എന്ന് പറയുന്നത്. 2019 കൊറോണ വൈറസ് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അതിന്റെ ടെസ്റ്റിംഗ് കിറ്റും ചൈനയിൽ നിന്ന് 7500 രൂപയുടെ ടെസ്റ്റിംഗ് കിറ്റ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതിനെ 1000 രൂപയിലും 500 രൂപയിൽ താഴേക്കും മാറ്റപ്പെടുത്തുവാൻ വേണ്ടി സാധിച്ചത് മൈലാബ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഇടപെടലുകൾ മൂലമാണ്. അവര് കൊറോണ കിറ്റ് ഉണ്ടാക്കി സാധാരണക്കാരന് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് 250 രൂപയുടെ പോലും കിറ്റുകൾ രൂപീകൃതമാക്കിയത് മൈലാബ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. നെറ്റ്സർഫിന്റെ അസോസിയേറ്റ് സ്ഥാപനമാണ്. അതുപോലെ ബൂഹു എന്ന് പറയുന്ന ഒരു കമ്പനി, ഗ്രിൻ എന്ന് പറയുന്ന കമ്പനി, ഒരു ഇടനിലക്കാരും ഇല്ലാതെ ഡിസ്കൗണ്ടിൽ 10 മുതൽ 25% വരെ ഡിസ്കൗണ്ട് റേറ്റിൽ കർഷകരിലേക്ക് പ്രൊഡക്റ്റുകൾ എത്തിക്കുന്ന നെറ്റ്സർഫ് ഡയറക്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയും അടങ്ങിയ നെറ്റ്സർഫ് ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ കർഷകരിലേക്ക് എത്തിക്കുന്നത്, ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ 100% ഗ്യാരണ്ടിയോടുകൂടി നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുവാനും അതോടൊപ്പം തന്നെ അതിന്റെ ഗുണങ്ങൾ നേരിട്ട് അനുഭവിക്കുവാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ഇത്തരം ഗുണങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ടോപ്പ് മീഡിയാസ് എല്ലാം തന്നെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങളെ കർഷകരിലേക്ക് എത്തിക്കുന്നത്. ഫോബ്സ് മീഡിയ, ദ ടൈംസ് ഓഫ് ഇന്ത്യ, ദ ഇന്ത്യൻ എക്സ്പ്രസ്, ദ ഹിന്ദു, മണി കൺട്രോൾ, ഹിന്ദുസ്ഥാൻ ടൈംസ്, സക്കായ്, ഫസ്റ്റ് പോസ്റ്റ് തുടങ്ങിയ എല്ലാ ഇന്ത്യയിലെ ലീഡിംഗ് മീഡിയാസ് എല്ലാം തന്നെ ഇന്ന് കർഷകരിലേക്ക്, ജനങ്ങളിലേക്ക് നെറ്റ്സർഫിന്റെ കമ്പനിയെയും ഉൽപ്പന്നങ്ങളെ എത്തിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ക്രെഡിബിലിറ്റിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഉൽപ്പന്നത്തിന്റെ പ്രത്യേകത ആയതുകൊണ്ടാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ കാണുന്നത് വിവിധ തരങ്ങളിലുള്ള, വിവിധ നിറത്തിലുള്ള കുപ്പികളെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഖരാവസ്ഥയിലുള്ള വളപ്രയോഗത്തിൽ നിന്നും ദ്രാവകാവസ്ഥയിലുള്ള ഒരു വളപ്രയോഗത്തിലേക്ക് നമ്മുടെ കാർഷിക മേഖല മാറുമ്പോൾ 25% മുതൽ 40% വരെ ലേബർ കോസ്റ്റ് കുറയ്ക്കുന്നതിനും 25% മുതൽ 50% വരെ ഈൽഡ് വർദ്ധിപ്പിക്കുവാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയാൽ തന്നെ 1 ഏക്കർ തോട്ടത്തിലധികം വരുന്ന സ്ഥലങ്ങളിലേക്ക് നമുക്ക് വളപ്രയോഗം ചെയ്ത് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലേക്കുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജി നമ്മുടെ മുന്നിലേക്ക് എത്തിയത് കൊണ്ടാണ് അത്തരത്തിൽ നമുക്ക് ലേബർ കോസ്റ്റുകൾ കുറച്ചുകൊണ്ട് കൂടുതൽ വിളവിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നാച്ചുറൽ ആയിട്ട് സസ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളെയും കൃത്യമായി എത്തിക്കുമ്പോഴാണ് കൂടുതലായിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടാവുന്നത്. ഒരുപക്ഷെ 1970 കാലഘട്ടങ്ങളിലാണ് നമുക്ക് രാസവളത്തിന്റെ ഉപയോഗം ഇന്ത്യയിലേക്ക് എത്തിയെന്ന് പറയപ്പെടുന്നത്. അതുപോലെ ഒരു 15 വർഷങ്ങൾക്ക് ശേഷം കെമിക്കലിന്റെ ആധിക്യവും ഇന്ത്യയിലേക്ക് വന്നപ്പോൾ നമ്മുടെ മണ്ണിന്റെ ഘടനയിലുണ്ടായ വ്യത്യാസം, അത് സസ്യങ്ങളെയും ജീവജാലങ്ങളെയും ചെറുപ്രാണികളെയും സൂക്ഷ്മജീവികളെയും മൂലകങ്ങളെയും ബാക്ടീരിയകളെയും ഒക്കെ പ്രതികൂലമായി ബാധിക്കുന്നത് നമുക്ക് കാണുവാനും, അത് ഇന്ന് ഭീകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക്, മണ്ണിന്റെ ഘടന മാറിയത് മൂലം മണ്ണിരകളില്ലാത്ത അവസ്ഥ, ചെറുപ്രാണികളില്ലാത്ത അവസ്ഥ, സൂക്ഷ്മജീവികളില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറ്റം വരുമ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ തികച്ചും ഓർഗാനിക്കിലൂടെ നാച്ചുറൽ ആയിട്ട് നമുക്ക് മണ്ണിന്റെ ഘടനയെ തിരിച്ചെടുത്തുകൊണ്ട് സസ്യത്തിന്റെ ആയുരാരോഗ്യത്തെ മാറ്റം വരുത്തിക്കൊണ്ട് പ്രതിരോധ ശേഷിയെ നാച്ചുറലായി മാറ്റം വരുത്തുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബയോഫിറ്റ് അഗ്രികെയർ പ്രൊഡക്ട്സ് അപ്രൂവ്ഡ് ഫോർ ഓർഗാനിക് അഗ്രികൾച്ചർ ആണ്. ഗ്രൂപ്പ് R&D സെന്റർ ഐസ് റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, DSIR-ന്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്നു. ഓർഗാനിക് അഗ്രികെയർ ബയോഫിറ്റ് പ്രൊഡക്ട്സ് ആർ മാനുഫാക്ചർഡ് ബൈ അജയ് ബയോടെക് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്രൂവ്ഡ് ബൈ ഇക്കോസെർട്ട് ഇൻപുട്സ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇക്കോസെർട്ട് എന്ന് പറയുന്നത് ലോകത്തിലെ 80-ലധികം രാഷ്ട്രങ്ങളുടെ ഫ്രാൻസിൽ രൂപീകൃതമായ ഒരു കൂട്ടായ്മയുടെ, ജൈവ കാർഷിക സംഘടനയുടെ ഒരു കൂട്ടായ്മയുടെ സർട്ടിഫൈ ആണ്. അത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ നെറ്റ്സർഫിൻ്റെത്. അതുപോലെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് പ്രൊഡക്ട്സ് ആണ്. നാഷണൽ അവാർഡ് നമുക്ക് ലഭിച്ച ഒരു കമ്പനിയാണ് നെറ്റ്സർഫിൻ്റെത്. ISO GMP സർട്ടിഫൈഡ് കമ്പനിയാണ്. സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് പ്രൊജക്ട്സ് ആണ് നമ്മുടെ കയ്യിൽ വരുന്നത്. 100% നാച്ചുറൽ ഹെർബൽ ആൻഡ് ആയുർവേദിക് പ്രൊഡക്ട്സ് ആണ്. ബെസ്റ്റ് പ്രൈസ്, നോൺ കെമിക്കൽ, അതുപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് റെസല്യൂട്ട് ഓറിയന്റഡ് പ്രൊഡക്ട്സ് ആണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, ഒരു സസ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ ഘടകങ്ങളാണ് അതിന്റെ ഫുഡ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഷുഗർ, വിറ്റമിൻസ്, വാട്ടർ, ലൈറ്റ് എനർജി തുടങ്ങിയൊക്കെ ഒരു സസ്യത്തിന്റെ
വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഫുഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള ഘടകങ്ങളാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഫോർ പ്ലാന്റ് ഗ്രോത്ത്: സൺലൈറ്റ്, വാട്ടർ, എയർ, കാർബൺ ഡൈ ഓക്സൈഡ്, മിനറൽസ്, മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ്, പ്ലാന്റ് ഹോർമോൺസ്, ബയോസ്റ്റിമുലൻസ് തുടങ്ങിയവയൊക്കെ തന്നെ നമ്മുടെ പ്ലാന്റ് ഗ്രോത്തിന് ആവശ്യമായ സസ്യത്തിന് അടിസ്ഥാനപരമായ ഘടകങ്ങളാണ്. അതുപോലെ സസ്യത്തിന് പ്ലാന്റ് ഗ്രോത്തിന് ഉണ്ടാകുമ്പോൾ തന്നെ സസ്യത്തിന്റെ വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന കുറെ ഘടകങ്ങളുമുണ്ട്. പ്ലാന്റ് ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി ഉണ്ട്, ഇൻസെക്ട് പെസ്റ്റിന്റെയും അറ്റാക്ക് ഉണ്ട്, ഡിസീസസ് ഉണ്ട്, ഓവർ ഡോസസ്, വാട്ടറിന്റെയും ഫെർട്ടിലൈസറിന്റെയും ഓവർ ഡോസസ് ഉണ്ട്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്നൊരു പക്ഷേ ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളൊക്കെ ആ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ ആയിക്കോട്ടെ, ടാപ്പ് ഇറിഗേഷൻ ആയിക്കോട്ടെ, ഫോളിയർ ആയിക്കോട്ടെ, പോളി ഹൗസ് ആയിക്കോട്ടെ, ഇവയൊക്കെ നമ്മൾ എടുത്തത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ടെക്നോളജിയാണ്. ഇന്ന് ടാപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്ന സെൻസർ വെച്ച് മൊബൈലിൽ ത്രൂ വെള്ളം കൊടുക്കുവാനും വളം കൊടുക്കുവാനുമുള്ള അത്രയ്ക്കും അഡ്വാൻസ്ഡ് ടെക്നോളജി നമ്മുടെ കൃഷിയിടത്തിലേക്ക് എത്തി. അതുകൊണ്ടാണ് ഇന്ന് കേരള ഗവൺമെന്റ് പോലും ഇസ്രായേലിൽ പോയി കൃഷി പഠിപ്പിക്കുവാൻ വേണ്ടി, കൃഷി പഠിച്ച് അത് വളരെ മാറ്റങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം കൃഷിക്കാരിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽ വരുന്ന അഡ്വാൻസ്ഡ് നൂതനമായ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഭൂമിയിലെ എവിടെ പോയി കഴിഞ്ഞാലും, ഭൂമിയിലെ ഇന്ന് എവിടെ പോയി കഴിഞ്ഞാലും എല്ലാ സസ്യങ്ങൾക്കും ആവശ്യമായത് 3 ഘടകങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നതാണ് മൂലകങ്ങൾ എന്ന് പറയുന്നത്. മൂലകങ്ങളുടെ ഘടകം എന്ന് പറയുന്നത് മൂലകങ്ങളെ 3ആയി തരംതിരിച്ചിരിക്കുന്നു: പ്രധാന, ഉപപ്രധാന, സൂക്ഷ്മ മൂലകങ്ങൾ എന്ന് പറയുന്നത്. പ്രധാന മൂലകങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, NPK. ഉപപ്രധാന മൂലകങ്ങളാണ് മഗ്നീഷ്യം, കാൽസ്യം, സൾഫർ. അതുപോലെ സൂക്ഷ്മ മൂലകങ്ങളാണ് അയൺ, മാംഗനീസ്, ബോറോൺ, സിങ്ക്, കോപ്പർ, ക്ലോറിൻ, നിക്കൽ, മോളിബ്ഡനം തുടങ്ങിയ 14 എസെൻഷ്യൽ പ്ലാന്റ് ന്യൂട്രിയൻസ് കൃത്യമായി സസ്യത്തിന് എത്തിക്കുമ്പോഴാണ് കൃത്യമായ റിസൾട്ടുകൾ ഉണ്ടാകുന്നത്. അത് നമുക്ക് കൃത്യമായി കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഉൽപ്പന്നത്തിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് NPKയിലൂടെ നമ്മുടെ ഉൽപ്പന്നത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഹൈലി എഫക്റ്റീവ് ആൻഡ് കോൺസെൻട്രേറ്റഡ് ഫോർമുലേഷൻ ആണ് നമ്മുടെ NPKയിൽ അടങ്ങിയിരിക്കുന്നത്. പൊട്ടന്റ് സ്റ്റെബിലൈസർ ഫോർ ലോങ്ങർ ഷെൽഫ് ലൈഫ്, ഹൈ സോലുബിലൈസിംഗ് ഓർഗാനിസം ഫോർ ഇംപ്രൂവ്ഡ് ബയോവയബിലിറ്റി ഓഫ് NPK, ന്യൂട്രിയൻസ് ആഡഡ് ഫോർ ബാക്ടീരിയൽ ആക്ടിവിറ്റീസ്. ഇത് നമ്മുടെ അന്തരീക്ഷത്തിലും മണ്ണിലുമുള്ള മൂലകങ്ങളെ കൃത്യമായി എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള മൊബിലൈസിംഗ് ഫിക്സേറ്റിംഗ് ബാക്ടീരിയകളെയാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്ന് ഏറ്റവും കൂടുതലുള്ള മൂലകം എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. ആ നൈട്രജൻ 78% നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുവാനുള്ള ബാക്ടീരിയകളാണ് ഇന്ന് മണ്ണിൽ ഇല്ലായ്മ ചെയ്യുന്നത്. നൈട്രജൻ ഇല്ല എന്ന് ഒരാൾക്കും പറയാൻ വേണ്ടി സാധിക്കില്ല. ആ ബാക്ടീരിയകളെ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇതിലൂടെ സാധിക്കുകയും അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള മൂലകങ്ങളെ എത്തിച്ചു കൊടുക്കുവാൻ, മണ്ണിലും അന്തരീക്ഷത്തിലുള്ള മൂലകങ്ങളെ എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി ഈ NPK മിശ്രിതത്തിലൂടെ, ബാക്ടീരിയകളിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. 1 ml = 10 കോടി ബാക്ടീരിയകൾ അടങ്ങിയ, നമുക്കിതിനൊരു അതിശയം തോന്നാം, 1 ml എന്ന് പറയുന്നത് 10 കോടി ബാക്ടീരിയകളുടെ ഒരു മിശ്രിതമാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. അത്രയ്ക്കും അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 100% ഗ്യാരണ്ടിയിൽ ഇത് ഉപയോഗിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവിടെ പ്രവർത്തിക്കുകയും മണ്ണിന്റെ ഘടനയിൽ മാറ്റം വരുത്തുകയും റിസൾട്ടിലേക്ക് എത്തിക്കുവാനും നമുക്ക് സാധിക്കുന്നു. അവിടെയാണ് NPKയുടെ ഇൻക്രീസസ് NPK അവൈലബിലിറ്റി ക്രോപ്പ്, ഇംപ്രൂവ് സോയിൽ ഫെർട്ടിലിറ്റി, decreases fertilizer cost and increase profitability for farmers, പ്രൊമോട്ട്സ് ഓർഗാനിക് ഫാമിങ്ങിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്ന രീതിയിൽ നമുക്ക് ഇതിനെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന അസറ്റോബാക്ടർ ബാക്ടീരിയകളുടെ ഒരു മിശ്രിതമാണ് നമ്മുടെ NPK എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഘടകങ്ങൾ നമ്മൾ മനസ്സിലാക്കി, അത് മൂലകങ്ങളാണ്. രണ്ടാമത്തെ ഘടകമാണ് വളപ്രയോഗം. അതുപോലെ തന്നെ അത് മണ്ണിന്റെ ഘടനയിലുള്ള മാറ്റം. ആ ബോട്ടിലിന്റെ നിറം പോലെ തന്നെയാണ് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി. മണ്ണിന്റെ ഘടനയെ എൻഹാൻസ് ചെയ്യുവാനുള്ള ഒരു ഉൽപ്പന്നമാണ് ഷേത്ത് എന്ന് പറയുന്നത്. ഷേത്തിൽ അടങ്ങിയിരിക്കുന്നത് 5 ടണ്ണ് കാലിവളത്തിൽ അടങ്ങിയിരിക്കുന്ന എസൻസിന് തുല്യമായ ബാക്ടീരിയകളുടെ ഒരു മിശ്രിതമാണ് ഷേത്ത്. നമുക്ക് തന്നെ ഒരു അതിശയം അല്ലേ? 5 ടണ്ണ് കാലിവളം, അതായത് 50 കിലോയുടെ 100 ചാക്ക് കാലിവളം നമ്മുടെ തോട്ടത്തിലേക്ക് എത്തിക്കുവാനുള്ള എക്സ്പെൻസ് എത്രയായിരിക്കും? ആ എക്സ്പെൻസിനെ നമുക്ക് മാറ്റം വരുത്തിക്കൊണ്ട് ഒരു കുപ്പി ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലേക്കുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് നമ്മുടെ സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി എന്ന് പറയുന്നത്. 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്ന രീതിയിൽ നമുക്ക് NPKയുടെ കൂടെ ഇത് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. ലോഡഡ് വിത്ത് ബയോ സ്റ്റിമുലൻസ് ആണ് ഇതിൽ ലോഡ് ചെയ്തിരിക്കുന്നത്. ഇൻക്രീസസ് ഓർഗാനിക് കാർബൺ ലെവൽ ബാക്ടീരിയൽ ആക്ടിവിറ്റി വിത്തിൻ സോയിൽ. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് കാർബൺ ലെവൽ എന്ന് പറയുന്നത്. ആ കാർബൺ ക്രെഡിറ്റ് എന്നതിൽ പറഞ്ഞ രീതിയിൽ പോലും കർഷകർക്ക് വളരെ നല്ല രീതിയിലുള്ള
വരുമാന മാർഗം ഇന്ന് എത്തിക്കുവാൻ വേണ്ടി സാധിക്കുന്നു. അതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി നമുക്ക് ഓർഗാനിക് ഫാമിങ്ങിലൂടെ സാധിക്കുള്ളൂ. ആ മണ്ണിന്റെ ഘടനയെ മാറ്റി ഓർഗാനിക് കാർബൺ ലെവലിനെ ഇൻക്രീസ് ചെയ്യുവാൻ വേണ്ടി നമ്മുടെ ക്ഷയത്തിലൂടെ സാധിക്കുന്നു. മണ്ണിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മണ്ണിന്റെ pH ലെവൽ എന്ന് പറയുന്നത്. മണ്ണിന്റെ pH ലെവൽ 6.5 to 7.5 എന്ന ലെവലിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മണ്ണിന്റെ pH ലെവലെ കൺട്രോൾ ചെയ്ത് സസ്യത്തിന് ആവശ്യമായ പോഷകാഹാരങ്ങളെ കൃത്യമായി എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. ഈ pH ലെവൽ കൺട്രോൾ ചെയ്യാത്തത് കൊണ്ടാണ് ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ വർഷം മുൻ വർഷങ്ങളിൽ ഇട്ട വളപ്രയോഗം മണ്ണിൽ തന്നെ ദഹിക്കാതിരിക്കുന്നത്. അതായത് നമ്മുടെ മനുഷ്യന്റെ വയറ്റിൽ വിരകൾ ഉണ്ടായി നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെയാണ് മനുഷ്യന്റെ നമ്മുടെ മണ്ണിന്റെ pH ലെവൽ കൺട്രോൾ ചെയ്യാതെ നമ്മൾ വളപ്രയോഗം ചെയ്യുക എന്ന് പറയുന്നത്. ആ മണ്ണിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യുവാൻ വേണ്ടി ഷേത്ത് എന്ന് പറയുന്ന പ്രൊഡക്റ്റിലൂടെ സാധിക്കുന്നു. അതുപോലെ തന്നെ സോയിൽ ഹെൽത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു. മണ്ണിരകൾക്ക് ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്നു. ഇന്ന് എന്ത് ഓർഗാനിക് കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും പഴയ രീതിയിൽ നമുക്ക് ലഭിക്കുന്ന മണ്ണിരകളുടെ സാന്നിധ്യം ഏത് തോട്ടത്തിൽ കാണുവാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല. ആ മണ്ണിരകളെ നമുക്ക് കാണുവാനും കൂടുതലായി നമുക്ക് പ്രൊമോട്ട് ചെയ്യുവാനും മണ്ണിരകൾക്ക് ജീവിക്കാനുള്ള ഒരു ആവാസ വ്യവസ്ഥ ക്രിയേറ്റ് ചെയ്യുവാനും ഷേത്ത് എന്ന് പറയുന്ന ഒരു ഓർഗാനിക് ഉൽപ്പന്നത്തിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഡെവലപ്സ് നാച്ചുറൽ ഡിഫൻസ് സിസ്റ്റം. നാച്ചുറൽ ആയിട്ട് ഡിഫൻസ് സിസ്റ്റത്തെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഷേത്ത് എന്ന് പറയുന്നത്. കാരണം എല്ലാ സസ്യങ്ങൾക്കും മനുഷ്യർക്കുള്ളതുപോലെ മൃഗങ്ങൾക്കുള്ളതുപോലെ എല്ലാ സസ്യങ്ങൾക്കും ഒരു ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. ആ ഡിഫൻസ് സിസ്റ്റത്തെ നമുക്ക് വീണ്ടും തിരിച്ചെടുത്തുകൊണ്ട് സസ്യത്തിന്റെ എല്ലാ മേഖലകളിലും പോഷകാഹാരങ്ങൾ എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ഉൽപ്പന്നമായി നമുക്ക് ഇത് ഉപയോഗിക്കാം. 1 ലിറ്റർ വെള്ളത്തിൽ 2 ml രീതിയിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ആ NPK കൂടെ ഉപയോഗിക്കാനും സോയിൽ ആപ്ലിക്കേഷനും നമുക്കിത് ചെയ്യുവാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഷേത്ത് ഉപയോഗിച്ച് കഴിഞ്ഞതിലുള്ള റിസൾട്ട് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. बैटरी നമ്മളങ്ങനെ മണ്ണിരെ തേടിയുള്ള ഒരു യാത്രയിലാണ് നമ്മുടെ ജോസഫ് മാഷൻ്റെ കൂടെയുള്ളത്. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മണ്ണിരകൾ താഴെ നമുക്ക് ചെറിയ രീതിയിൽ തന്നെ നല്ല വലിപ്പമുള്ള പഴയ കാലത്ത് നമ്മൾ കാണുന്ന മണ്ണിരകൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള മണ്ണിരകൾ ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ടോ? രാസവളം കൊടുക്കുന്ന സമയത്ത് ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല. ഈ ഒരു മണ്ണിരകൾ ഇത്രയും വലിപ്പമുള്ള അല്ലെങ്കിൽ കർഷകരുടെ മിത്രമായ മണ്ണിരകൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് 1 വർഷക്കാലമായി ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു സ്ഥലത്ത് കാണാൻ വേണ്ടി സാധിച്ചതാണ്. ഇപ്പോൾ കമ്പനി പറയുന്ന നമ്മുടെ മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കും, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത മാറ്റും എന്ന് പറയുന്നത് വളരെ കൃത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കർഷക സുഹൃത്തുക്കളെ, നിതീഷ് തൊലത്തുവേൽ നെറ്റ്സർഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഒരു പരീക്ഷണമാണ് നടക്കുന്നത്. നമ്മുടെ ഒന്നാമത്തെ പാത്രത്തിൽ കാണുന്നത് ഡോളോമേറ്റ് ഇട്ടതാണ്, രണ്ടാമത്തെ പാത്രത്തിൽ ഇടുന്നത് കുമ്മായം ഇട്ടതാണ്, മൂന്നാമത്തെ പാത്രത്തിൽ കക്കപ്പൊടി, നാലാമത്തെ പാത്രത്തിൽ നെറ്റ്സർഫിൻ്റെ വളങ്ങൾ ഉപയോഗിച്ച ഒരു 4 പാത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ 4 പാത്രത്തിലും നമ്മൾ മണ്ണിരകളെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ 4 പാത്രത്തിലും മണ്ണിരകളെ അപ്ലൈ ചെയ്തതിൽ ഏത് പാത്രത്തിലാണ് മണ്ണിരകൾ ജീവിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഈ മണ്ണിരകൾ ഓൾറെഡി മരണത്തിൻ്റെ പാതയിലാണ്, പിടയ്ക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ കുമ്മായത്തിലെ മണ്ണിരകളും പിടയ്ക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ കക്കപ്പൊടി ഇട്ട ഒരു പോട്ടിലെ മണ്ണിരകളും പിടയ്ക്കുന്നൊന്നുമില്ല, താഴോട്ട് സഞ്ചരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച മണ്ണിരകൾ ഓൾറെഡി താഴോട്ട് പോയിരിക്കുകയാണ്. അതിപ്പോൾ ഒറ്റ മണ്ണിര മാത്രമാണ് മുകളിലുള്ളത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്, നമ്മൾ പാരമ്പര്യമായി ചെയ്തു വരുന്ന അല്ലെങ്കിൽ നമുക്ക് പഴയ രീതിയിലുള്ള അറിവുകൾ മറ്റുള്ളവർ പകർന്നു നൽകുമ്പോൾ കുമ്മായം പോലുള്ള ഡോളോമേറ്റ് പോലുള്ള ഒരു രാസപദാർത്ഥങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ സൂക്ഷ്മജീവികളെയും അതുപോലെ തന്നെ നമ്മുടെ മണ്ണിന്റെ പ്രതലത്തിലുള്ള ബാക്ടീരിയകളെ ഒക്കെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിലുപരി നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇതൊന്നും ഉപയോഗിക്കാതെ അതിൽ നിന്ന് പോലും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുവാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലാണ് നമ്മുടെ വളപ്രയോഗം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇത് കർഷകർ ഏറ്റെടുക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ ഘടകത്തിലൂടെ നമ്മളെ അടിസ്ഥാനപരമായിട്ട് വേണ്ട മൂല്യങ്ങളുടെ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ നമ്മുടെ വളപ്രയോഗവും സൂക്ഷ്മ മൂല്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന് ഷേത്ത് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി. മൂന്നാമത്തെ അടിസ്ഥാനപരമായ ഒരു ഘടകമാണ് സ്റ്റിം റിച്ച് എന്ന് പറയുന്നത്. സ്റ്റിം റിച്ച്
ആ പച്ച ബോട്ടിൽ തന്നെ ഉണ്ട്, ആ പച്ച കളറിൽ തന്നെ ഉണ്ട് നമ്മുടെ സസ്യത്തിന്റെ പച്ച പരവതാനി വിരിച്ച ഹരിതാപമാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. സ്റ്റിംറിച്ചിനെ റൂട്ട് ടു ഫ്രൂട്ട് എന്നാണ് പറയുന്നത്. മണ്ണിന്റെ വേരിന്റെ ഘടനയെ മാറ്റുവാനും അതോടൊപ്പം തന്നെ മണ്ണിന്റെ വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പോഷകാഹാരങ്ങൾ സസ്യത്തിന് കൃത്യമായി എത്തിച്ചുകൊണ്ട് കാണ്ഡത്തിനെ ഘടനയെ സ്വാധീനിച്ചുകൊണ്ട് പച്ചപ്പിനെ സ്വാധീനിച്ചുകൊണ്ട് കായയുടെ സൈസിനെ മാറ്റം വരുത്താനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. സ്റ്റിംറിച്ചിനെ നമുക്ക് 250 ml 500 ml 1 ലിറ്ററിൽ നമുക്ക് ലഭിക്കും. ഇത് പച്ചക്കറി മുതൽ അതുപോലെ തന്നെ എല്ലാ വിളകൾക്കും നമുക്ക് സ്പ്രേ ആയും അതുപോലെ തന്നെ സോയിൽ ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. നമുക്കൊന്ന് നോക്കാം. നമ്മുടെ മണ്ണിന്റെ ഘടനയിൽ വരുമ്പോൾ മണ്ണിൽ ഒരു സസ്യത്തിന് 2 അടിസ്ഥാനപരമായിട്ടുള്ള വേരുകളാണ് ഉള്ളതെന്നാണ് പറയുന്നത്. ഒന്ന് കറുത്ത വേര്, 2 വെളുത്ത വേര്. ഈ വെളുത്ത വേരുകൾ എന്ന് പറയുന്നതാണ് സസ്യത്തിന് ആവശ്യമായ പോഷകാഹാരങ്ങൾ മണ്ണിന്റെ പ്രതലത്തിൽ നിന്നും എത്തിച്ചു കൊടുക്കുന്ന വേരുകൾ. കറുത്ത വേരുകൾ എന്ന് പറയുന്നത് തായ്വേര് അല്ലെങ്കിൽ വെള്ളം ശേഖരിക്കുന്ന വേരുകളാണ്. ഈ വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് ഏറ്റവും കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് വെളുത്ത വേരുകളുടെ സാന്നിധ്യം എന്ന് പറയുന്നത്. ആ വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിക്കാൻ ഒരുപക്ഷെ ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വലിയ വിളകളായ നമ്മുടെ പ്ലാവ്, മാവ് പോലുള്ളവയൊക്കെ നമുക്ക് ആദായം തരുന്ന വിളകളൊക്കെ അതിന്റെ വേരുകൾ പല സ്ഥലങ്ങളിൽ പോയി അതിന്റെ പോഷകാഹാരങ്ങൾ സ്വീകരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ നമ്മുടെ ബാക്കി വരുന്ന തെങ്ങായിക്കോട്ടെ, ബാക്കി വരുന്ന എല്ലാ നമ്മുടെ ഈൽഡും ആയിക്കോട്ടെ, അതിന്റെ ഇലകൾ എവിടം വരെയാണോ പോകുന്നത് ആ ഇലകളുടെ സൈസിനനുസരിച്ചാണ് നമ്മുടെ വേരുകൾ പോകുന്നത്. ഇലകളുടെ അനുസരിച്ച് വരുമ്പോൾ മണ്ണിന്റെ പ്രതലത്തിൽ പോഷകാഹാരങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ ഈ വേരുകൾ മുരടിച്ചു പോവുകയും സസ്യത്തിന് ആവശ്യമായ പോഷകാഹാരങ്ങൾ എത്തിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിന് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ NPKയും ഷേത്തും ഉപയോഗിച്ച് സ്റ്റിംറിച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ വരുന്ന ഘടകങ്ങളെയെല്ലാം വെളുത്ത വേരുകൾ പ്രോത്സാഹിപ്പിച്ച് കൃത്യമായി എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. 1 ലിറ്റർ വെള്ളത്തിൽ 2 ml ഉൽപ്പന്നം ഫോളിയർ സ്പ്രേയും ഡ്രഞ്ചിങ്ങിലും നമുക്കിത് NPK ഷേത്തിന്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് സോയിൽ ആപ്ലിക്കേഷൻ ആയിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് നോക്കാം. കമ്പനി പറയുന്നത് ഈ വലതുഭാഗത്ത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതും ഇടതുഭാഗത്ത് ഉപയോഗിക്കാത്തതുമായിട്ടുള്ള 2 ഡിഫറൻ്റ് ആണ് നമ്മളിവിടെ കാണുന്നത്. അതിൽ ഒന്നാമതായി നമ്മൾ നോക്കുമ്പോൾ വിത്ത് സംസ്കരണം മുതൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. വിത്ത് സംസ്കരണം ചെയ്യുമ്പോൾ മറ്റ് രീതിയിൽ ചെയ്യുമ്പോൾ 60 മുതൽ 70% വരെ മുളയ്ക്കുന്ന വിത്തുകളെ 90 മുതൽ 92% വരെ വിത്തുകൾ മുളയ്ക്കുന്നതിന് വേണ്ടി സ്റ്റിംറിച്ചിലൂടെ സാധിക്കുന്നു. അതുപോലെ തന്നെ ലീഫ് സ്റ്റേജിലും വെളുത്ത വേരുകളുടെ പ്രോപ്പർ പ്രോഗ്രസ് ഓഫ് വൈറ്റ് റൂട്ട്സ്, ഞാൻ പറഞ്ഞില്ലേ വൈറ്റ് റൂട്ട്സിന്റെ പ്രോപ്പർ ആയിട്ടുള്ള പ്രോഗ്രസ് ഉണ്ടാക്കുവാനും അത് സ്പ്രെഡ് ചെയ്യിച്ച് പോഷകാഹാരങ്ങൾ എത്തിച്ച് ലീഫിന്റെ വളർച്ചയും അതുപോലെ തന്നെ അതിന്റെ ഘട്ടത്തെയും സ്വാധീനിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച്. അതുപോലെ വെജിറ്റേറ്റീവ് ഗ്രോത്തിൽ വെളുത്ത വേരുകൾ പ്രോത്സാഹിപ്പിക്കുന്നു, അതുപോലെ അതിന്റെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. അതുപോലെ ഫ്ലവറിംഗ് സ്റ്റേജിൽ നമ്മുടെ ഉപയോഗിച്ചതിനെ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. ഫ്ലവറിംഗ് സ്റ്റേജ് വളരെയധികം ഗ്രോത്ത് ഉണ്ടാക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു. അതുപോലെ നമ്മുടെ ഗ്രെയിൻ ഫില്ലിങ്ങിന്റെ ടൈമിൽ താഴെ മുതൽ മുകളിൽ വരെയുള്ള എല്ലാം ഒരേ അളവിലായിരിക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആ പ്രത്യേകതയാണ് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ആ പ്രധാനപ്പെട്ടത് നമ്മൾ ഒരുപക്ഷെ നോക്കുവാണെങ്കിൽ നമ്മുടെ വാഴക്കൊലകളായിക്കോട്ടെ, താഴെ മുതൽ മുകളിൽ വരെയുള്ള വാഴക്കൊലകളെല്ലാം തന്നെ ഒരേപോലെ ആയിരിക്കും, ഒരേ സൈസിലായിരിക്കും. ആ ഒരു സൈസിലും ആ ഒരു ഘനത്തിലും കിട്ടുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഇതിന്റെ ഈൽഡ് വർദ്ധിക്കുവാനും കിലോയിൽ മാറ്റം വരുത്തുവാനും നമുക്ക് സാധിക്കുന്നത്. ഇത് കമ്പനി പറയുന്നതാണ്. നമുക്ക് നോക്കാം നമ്മുടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടായ റിസൾട്ട് എന്താണെന്ന് നോക്കാം. ഇത് 2021 മുതൽ ഈ വർഷം വരെ ഉപയോഗിച്ച ചുള്ളിക്കരയിലെ ബെന്നി സാറിന്റെ ഒരു തോട്ടത്തിലെ കവുങ്ങിന്റെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും 27 മാസം പ്രായമായ കവുങ്ങിനെ നമ്മുടെ വളപ്രയോഗത്തിലൂടെ തന്നെ നമുക്ക് കൊലപ്പിച്ചെടുക്കുവാൻ വേണ്ടി, ഇതിനെ ചൊട്ടയിടുവാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷകരമായ കാര്യമാണ്. അതുപോലെ തന്നെ പച്ചക്കറിയിൽ വന്ന ഒരു ഗ്രോത്ത് ആണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത്. അതുപോലെ തന്നെ കുരുമുളക് കൃഷിയിൽ ഉണ്ടായ ഒരു ഗ്രോത്തിന്റെ ഒരു പിക്ചറാണ് നമ്മൾ കാണുന്നത്. 1 കിൻഡൽ പോലും പറിക്കുവാൻ വേണ്ടി സാധിക്കാത്ത 400 കാല് കുരുമുളകിൽ കഴിഞ്ഞ 2 വർഷക്കാലമായി 2022-ലും 2022-ലും 23-ലേക്കും ഒരു 5 കിൻഡൽ 6 കിൻഡൽ മുകളിലേക്ക് കുരുമുളക് പറിക്കുവാൻ വേണ്ടി സാധിച്ച ഒരു തോട്ടമാക്കി മാറ്റിയെടുക്കുവാൻ വേണ്ടി നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ചതിലൂടെ സാധിച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കാണുവാൻ വേണ്ടി സാധിക്കും. അതുപോലെ മഞ്ഞളിപ്പിലുള്ള പരിഹാരം ഇന്നിപ്പോ നിലമ്പൂരിൽ നിന്നും ആലക്കോടിലെ മണക്കടവിൽ നിന്നും ഇരിട്ടിയിൽ നിന്നും അടക്ക മഞ്ഞളിപ്പിലുള്ള ശാശ്വത പരിഹാരമായി നമ്മുടെ ഉൽപ്പന്നത്തെ കാണുകയാണ്. കാരണം മണ്ണിന്റെ ഘടനയിൽ ഉണ്ടാകുന്ന വ്യതിയാനം മൂലമാണ് മഞ്ഞളിപ്പ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നത്. ആ മഞ്ഞളിപ്പിനെ മാറ്റം വരുത്തുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു. അതുപോലെ ഇന്റീരിയർ ആയിട്ടുള്ള ഗാർഡനിൽ പോലും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലേക്ക് നമുക്ക് ഈ ഉൽപ്പന്നങ്ങളെ
ഉപയോഗിക്കാം. മനുഷ്യനോ ജീവജാലങ്ങൾക്കോ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ലാതിരിക്കുന്നു. ഇത് നെൽവയലിൽ ഉണ്ടാകുന്ന വളരെ സന്തോഷം നൽകുന്ന നെൽവയലിൽ ഉണ്ടാകുന്ന ഒരു റിസൾട്ടാണ്. നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കണപൊട്ടി വന്നത് നമുക്ക് താഴെയും നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാത്ത ഒരേ സ്ഥലത്തെ തോട്ടത്തിലെ മുകളിലെ വശവും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നു. KV സാബു എന്നാണ്. ഞാൻ കർണാടക ഗുൽബർഗ ഡിസ്ട്രിക്റ്റിലാണ്. ഞാൻ ശ്രീ സിമന്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ആ സമയത്താണ് ഈ നമ്മുടെ കർണാടകയിൽ നിന്ന് ഈ നെറ്റ്വർക്കിന്റെ കുറെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാൻ കഴിയും. അതൊക്കെ ഞാൻ പോയി അന്വേഷിക്കുകയും ഇത് കഴിഞ്ഞ് ഞാൻ ഉപയോഗിച്ച് ഒരുമിച്ച് പോയ 4 മാസമായി കറ്റാർവാഴയ്ക്കും ഇതെല്ലാ മെഡിക്കൽ പ്ലാന്റുകൾക്കും ഞാൻ ഉപയോഗിച്ച ഒരുമിച്ച് മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിന് എത്ര പച്ചിലിപ്പ് നോക്കും. അത് കണ്ടു കഴിഞ്ഞാണ് ഞാൻ മറ്റുള്ള എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ ബന്ധുക്കൾക്കും നെറ്റ്വർക്കിന്റെ പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിക്കാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ കാണാൻ കഴിയും നമ്മുടെ കപ്പമരമാണ്. അതായത് മരച്ചിരി എന്ന് പറയും. നമ്മുടെ വടക്കൻ ജില്ലകളിലെ പൂള എന്ന് പറയും. അങ്ങനെ ഒരു ആറ് കപ്പമരമാണ്. ഈ 1 വർഷമായിട്ട് NPK ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നെറ്റ്സർഫിൻ്റെ അതുപോലെ തന്നെ സ്റ്റേറ്റ് അതിന് സ്റ്റിംഗ്ലിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ആയിരിക്കുന്ന ഫലം എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ശരത്തിനാണെങ്കിൽ നീളമുണ്ട്, അതുപോലെ തന്നെ ചിമ്പുണ്ട്. പിന്നെ ചിമ്പിനെല്ലാം നല്ല രീതിയിലുള്ളതായിരിക്കുന്ന വളർച്ചയുണ്ട്. അതിൻ്റെ ഈൽഡിങ്ങിലാണെങ്കിലും എനിക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അത് കാരണമാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അതേസമയം ഉപയോഗിക്കാത്ത ഒരു തോട്ടമാണ് ഇതിൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഒരേ സമയത്ത് തന്നെ വെച്ചതാണ്. എന്നാൽ അതിൻ്റെ വ്യത്യാസം നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നെറ്റ്സർഫിന്റെ വളം ചെയ്തിട്ടാണ് ഞാൻ ടാപ്പ് ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ തോട്ടത്തിൽ നിന്ന് പറഞ്ഞത് ഇതാണ് ഒട്ടുപാല്. നിങ്ങൾ കണ്ടില്ല ഓരോ ഒട്ടുപാല് നമുക്ക് ഇങ്ങനെ ഓരോ റബ്ബറിനെ പൊളിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഇത് പറയാനും കാരണം എന്നാ വെച്ചാല് ഇവന് കൊടുക്കാനുള്ള കൂലി, ടാപ്പിംഗാണ് കൊടുക്കാനുള്ള കൂലി നമുക്ക് ഈ ഒട്ടുപാലിൽ നിന്നും അതുപോലെ 2 ദിവസം കൂടുമ്പോൾ ഞാൻ ഇങ്ങനെ പൊളിച്ചെടുക്കുന്നതാണ്. അതുപോലെ ചേട്ടപ്പാലും പൊളിച്ചെടുക്കും. അപ്പോൾ വീഴ്ച നിൽക്കും. ഈ പാലിന് കൊഴുപ്പുള്ളതുകൊണ്ടാണ് ചേട്ടപ്പാൽ നമുക്ക് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റുന്നത്. കൊഴുപ്പില്ലെങ്കിൽ നമുക്ക് ചേട്ടപ്പാൽ പൊളിച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ വെട്ടുകാരന് കൊടുക്കാനുള്ള കൂലി നമുക്ക് നെപ്സപ്പിന് വളം കൊടുത്തപ്പോൾ പണിക്കൂലി കൊടുക്കാനുള്ളത് നമുക്ക് ഒട്ടുപാലിൽ നിന്നും ചേട്ടപ്പാലിൽ നിന്ന് കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഒരു മാസം ആകുന്നുള്ളൂ ഇത് എൻ്റെ ഒട്ടുപാലിൽ. ഇതൊരു 2-2.5 കിൻഡിൽ ഒട്ടുപാലുണ്ട് ഇത് ഇങ്ങനെ ഒഴിട്ട് കിടക്കുന്നത്. അപ്പോൾ സുഖമായിട്ട് ഇപ്പോൾ അവന് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ 700 മരം വെട്ടിക്കഴിഞ്ഞാൽ ഞാൻ 1000 മരം വെട്ടി എനിക്ക് 200 ലിറ്റർ പാലാണ്. അതാണ് അതിൻ്റെ മെച്ചമുള്ളൂ. പാലും അത് DRC, പാലിന് നല്ല DRC ഉണ്ട്. അതുമാണ് അതിൻ്റെ ഇത് പറഞ്ഞത്. അതുകൊണ്ട് നെറ്റ്സർഫിൻ്റെ വളം എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വളമാണ്. ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി. കർഷക സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മളിന്നുള്ളത് മലപ്പുറം ജില്ലയിലെ താനൂർ പഞ്ചായത്തിലെ മൂച്ചിക്കൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഒരു കർഷകൻ ഷാജി സാറിന് എടുത്തല്ലേ. ഞാനിതൊരു തക്കാളി പറിച്ചിട്ടുണ്ട്. എന്താ ടേസ്റ്റ്! നമ്മുടെ നെറ്റ്സർഫിൻ്റെ NPK ക്ഷേത്ര സ്റ്റിംറിച്ച് ജൈവ വളങ്ങൾ കൊടുത്ത് വന്ന ഒരു റിസൾട്ടാണ് നമ്മളിവിടെ കാണുന്നത്. അത് ഇതിന് ഓണർ ഷാജിയേട്ടൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ വന്നിട്ട് കഴിക്കുമ്പോൾ പറഞ്ഞത് ജൈവത്തിന്റെ ഒരു ടേസ്റ്റ്, അതോടൊപ്പം തന്നെ പുളിയില്ല, അത്രയും ടേസ്റ്റാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നത്. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. തക്കാളി ഇങ്ങനെ കുഞ്ഞാന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇത് 2ാമത്തെ വിളവെടുപ്പാണ് കേട്ടോ. ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞ് 2ാമത്തെ വിളവെടുപ്പിന്റെ തക്കാളിയാണ് ഇവിടെ നിൽക്കുന്നത്. ഏകദേശം 60 ദിവസം കഴിഞ്ഞ ഒരു ചെടികളെയാണ് നമ്മളിവിടെ കാണുന്നത്. അത്രയും നല്ല ഉൽപ്പന്നമാണ് നമ്മുടെ നെറ്റ്സർഫിൻ്റെത്. തീർച്ചയായിട്ടും ഇത് പച്ചക്കറികൾക്ക് ഉപയോഗിച്ചാണ് അവിടെ പറയും. മുളകിന്റെ ചെടികൾ നമുക്ക് കാണാൻ പറ്റും. മുളകിന്റെ ഒക്കെ അതിന്റെ നീട്ടം, ഇതിന്റെ വലിപ്പം നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. വളരെ നീളം കൂടിയതാണ് വരുന്നത്. ഇതൊക്കെ വളരെയധികം ഗുണപ്രദമുള്ളതാണ്. നമ്മുടെ കൂടെയുള്ളത് ബഷീർക്കയാണ്, നമ്മുടെ മലപ്പുറത്തിന്റെ ഏജന്റാണ്. അദ്ദേഹമാണ് നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.
ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു തേക്കാണത്. ആ തെക്ക് ഏകദേശം ഒരു 6 അടി വണ്ണമുള്ള ഒരു തേക്കാണത്. ആ തേക്കിന്റെ താഴെ വെച്ചിരുന്ന കവുങ്ങുകളാണ് ഈ കാണുന്നത്. ഇതും ഞാൻ സത്യത്തിൽ ഞാനിത് ഉപേക്ഷിച്ച ഒരു കവുങ്ങുകളായിരുന്നു. പക്ഷേ ഈ ബാക്കി കവുങ്ങുകൾക്കും അപ്ലൈ ചെയ്ത കൂട്ടത്തിൽ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഇതും കൂടെ അപ്ലൈ ചെയ്തു. ഈ കവുങ്ങ് ഏകദേശം മറ്റേതിനോട് അതേപോലെ തന്നെ വളർന്നു വന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ കൂമ്പ് ഈ കൂമ്പിന്റെ വണ്ണം, അതായത് ഈ വരുന്ന കൂമ്പുകളുടെ വണ്ണം നമ്മൾ സാധാരണ ഉള്ള വളം ചേർത്ത് കഴിഞ്ഞാൽ വരുന്ന ഒരു വണ്ണത്തെക്കാൾ കൂടുതലാണ് ഇതിന്റെ ഒരു കൂമ്പിന് വണ്ണം. നെറ്റ്സർഫ് ഉൽപ്പന്നങ്ങളായ സ്റ്റിംറിച്ച്, ഷേത്ത്, NPK ഈ 5 വളങ്ങളും 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്നുള്ള കണക്കിന് മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ എല്ലാ വിളകൾക്കും ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒഴിച്ചതിന് ശേഷം കിട്ടിയ റിസൾട്ടാണ് ഈ തെങ്ങിന് ഇപ്പോൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കൂമ്പ് ചീഞ്ഞ് നശിച്ചു എന്ന് കരുതിയ ഒരു തെങ്ങാണ് ഈ കാണുന്നത്. അത് ഇതായി താഴത്തെ ഈ ഇതാണ് നമ്മുടെ പഴയ തെങ്ങ്. അതിന് 2 മടൽ മാത്രമേ ഉള്ളൂ. ഞാൻ ഈ കഴിഞ്ഞ വർഷം ഇത് തെങ്ങ് പോയി എന്നുള്ള കണക്കൂട്ടൽ ഞാൻ ഇതിനൊരു ലെവലസ് പോലും വെള്ളം കൊടുത്തിട്ടില്ല. ഈ കവുങ്ങ് നനയ്ക്കുന്ന കൂട്ടത്തിലാണെങ്കിലും ഇതിന് ഒട്ടും വെള്ളം, കാരണം ഇത് പോയ തെങ്ങാണല്ലോ എന്നുള്ള കൃത്യമായൊരു ബോധ്യം ഉണ്ടായിരുന്നു. ഞാൻ ഈ കവുങ്ങിന് നെറ്റ്സർഫിന്റെ വളം ഒഴിച്ചു കൊടുത്തു. ഞാൻ ഇതിലൂടെ ഒരു 2 ലിറ്റർ വളം ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ അതിന് താഴെ നിന്ന് വേറൊരു മുള വന്നിട്ട് ആ തെങ്ങ് രണ്ടാമത് റെഡിയായി വന്നിരിക്കുകയാണ്. എനിക്ക് എൻ്റെ അറിവിൽ ഇങ്ങനെ ഒരു തെങ്ങ് കൂമ്പ് ചീഞ്ഞ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമതൊരു മുളയായിട്ട് വന്നത് തെങ്ങ് വീണ്ടും ആകും എന്നുള്ളത് എനിക്ക് അറിവ് എനിക്കില്ല. എനിക്ക് എത്രത്തോളം പറ്റാൻ എനിക്ക് ഈ മേഖലയിൽ ഇല്ലെങ്കിലും ഞാൻ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. ഓക്കെ. ഇത് 800 കവുങ്ങിന് ഇപ്പം ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മരുന്ന്. നല്ല റിസൾട്ടാണ് ഇത്. ഒരു പുള്ളിക്കുത്തോ ഒരു മഞ്ഞപ്പോ ഒന്നുമില്ല ഇതിന്. ഈ കവുങ്ങിൻ്റെ വെച്ചപ്പോൾ തൊട്ട് ഇത് ഒഴിച്ചതാണ്, യാതൊരു കുഴപ്പവുമില്ല, നല്ല ഇതാണ്. അതേസമയം അയൽവക്കത്തെ പറമ്പിലെ കവുങ്ങ് വലിയ കവുങ്ങും എല്ലാം കാണാൻ മുഴുവൻ മഞ്ഞപ്പാണ്. അപ്പം അങ്ങനെയാണ് ആൾക്കാർ പറഞ്ഞത് വിജയിക്കാറാണ്. പക്ഷെ അപ്പം നമ്മളൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് ചെയ്തതാണ്. തീർച്ചയായും ഇത്തരം ചലഞ്ചുകൾ ഏറ്റെടുക്കാൻ നമ്മളും കൂടെ തയ്യാറാവുന്നതുകൊണ്ടാണ് കാർഷിക മേഖലയിൽ നെറ്റ്സർഫ് വലിയൊരു വിപ്ലവമാവുന്നത്. നമുക്ക് ഈ കവുങ്ങ് കാണുമ്പോൾ തന്നെ സന്തോഷം, ഈ കവുങ്ങ് എത്ര മാസം പ്രായമായതാണ്? ഇത് ഇപ്പം 15 മാസമായി നമ്മൾ കുഴി വെച്ചിട്ട്, ഒരു പ്രായമുള്ളത്. ഓക്കെ, 15 മാസം പ്രായമായ ഒരു കവുങ്ങിൻ്റെയാണ് ഇതിന്റെ റിസൾട്ടാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും സന്തോഷന്റെ അഭിപ്രായത്തിൽ ഇത് നമുക്ക് അടുത്ത വർഷത്തേക്ക് ഒരു 100 കവുങ്ങ് കായ്പിക്കാം. ഉറപ്പായിട്ടും ചൊട്ടയിടും. അപ്പൊ അത്രയും ഒരു 3 വർഷം കൊണ്ട് കായ്ക്കുന്ന കവുങ്ങല്ലേ ഇത്. പക്ഷെ അതിന് മുന്നേ തന്നെ നമുക്ക് അതിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നുള്ളതാണ്. തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ കവുങ്ങ് കർഷകർക്കും അതുപോലെ തന്നെ തെങ്ങ് കർഷകർക്കും എല്ലാത്തിനും വലിയൊരു മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് പോവുകയാണ്. നമുക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ തോട്ടം, അതിൻ്റെ ഒരു മാറ്റം നമുക്ക് ഈ തോട്ടത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഈ തോട്ടം ഒന്ന് ഫുള്ളായിട്ട് കാണാം. ഓരോ കവുങ്ങും നമുക്ക് അതുപോലെയുള്ള വളർച്ച വന്നിട്ടുണ്ട്. മഞ്ഞളിപ്പോ അല്ല അങ്ങനത്തെ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു തോട്ടത്തെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നെറ്റ്സർഫിലൂടെ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച കർഷകരുടെ അനുഭവങ്ങളാണ് ഇതിലൂടെ കണ്ടത്. ഇതിന്റെ ഫുൾ വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നെറ്റ്സർഫ് റിസൾട്ട് മലയാളം എന്ന് അടിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നിങ്ങൾക്ക് കർഷകരുടെ അനുഭവങ്ങളും ഒക്കെ അതിലൂടെ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ഘടകങ്ങൾ നമ്മൾ മനസ്സിലാക്കി. മൂലകങ്ങൾക്ക് വേണ്ടി NPK, വളപ്രയോഗം, സൂക്ഷ്മമൂലകങ്ങൾ, മണ്ണിന്റെ pH ലെവൽ, മണ്ണിനെ പ്രോത്സാഹിപ്പിക്കാനും മണ്ണിന്റെ സോയിലിനെ ഹെൽത്ത് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഷേത്ത്, അതുപോലെ തന്നെ ഗ്രോത്ത് പ്രൊമോട്ടറിന് വേണ്ടിയുള്ള സ്റ്റിംറിച്ച് എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങളെയും അത് ഉപയോഗിച്ച കർഷകരുടെ ചെറിയ ചെറിയ അനുഭവ കുറിപ്പുകളും നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കുകയാണ്. അടുത്തായിട്ടുള്ള നമ്മുടെ ഒരു ഉൽപ്പന്നമാണ് BioNanty എന്ന് പറഞ്ഞിട്ടുള്ള ഹൈലി എഫക്റ്റീവ് സിലിക്കോൺ ബേസ്ഡ് സർഫേസ് ആയിട്ടുള്ള ആക്റ്റീവ് സ്പ്രെഡർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് BioNanty. ഇത് നമുക്ക് സ്പ്രേ ചെയ്യുവാൻ ഇൻടാക്റ്റിന്റെ കൂടെയും അതുപോലെ തന്നെ സ്റ്റിംറിച്ചിന്റെ കൂടെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് BioNanty എന്ന് പറയുന്നത്. ഇത് ഉപയോഗിക്കേണ്ടത് 3 ലിറ്റർ വെള്ളത്തിൽ 1 ml എന്നുള്ള രീതിയിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അത്രയും സ്പ്രെഡിങ് ഏജന്റ് ആയിട്ടും അതുപോലെ തന്നെ ഗമ്മ അതിനെ പിടിച്ചു നിർത്തുവാനും വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാക്കി നമുക്ക് ഇത് മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. തികച്ചും ഇക്കോ ഫ്രണ്ട്ലി ആണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അടുത്തൊരു ഉൽപ്പന്നമാണ് നമ്മുടെ സസ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇൻസെക്റ്റിന്റെ അറ്റാക്കാണ്.
കണ്ണിൽ കാണുന്ന കീടങ്ങളെ ഭയങ്കരമായിട്ടുള്ള കീടങ്ങൾ ഇന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസരത്തിലൂടെയാണ് നമ്മുടെ കാർഷിക മേഖല പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ പഴയ കാലങ്ങളിലൊന്നും അത്തരത്തിലുള്ള കീടങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനെയൊക്കെ ഇന്ന് സസ്യത്തിന്റെ പ്രതിരോധ ശേഷിയിൽ വന്ന കുറവിലൂടെ അതൊക്കെ അറ്റാക്കിലൂടെ വരികയും അതോടൊപ്പം തന്നെ നമ്മൾ കൂടുതലായിട്ട് അടിക്കുന്ന കെമിക്കൽ. ഞാൻ ഇതിനിടയ്ക്ക് ട്രെയിനിങ്ങിന് വേണ്ടി തൃശ്ശൂർ പോയി കഴിഞ്ഞപ്പോൾ ഒരു കർഷകൻ എന്നോട് പറഞ്ഞത് ഇതാണ്, ഇപ്പോ ഇത്തവണ എനിക്ക് അടിക്കാൻ വേണ്ടി തന്നത് ഇന്ന ഒരു പ്രൊഡക്റ്റ് ആണ്, കഴിഞ്ഞ തവണ അടിച്ചത് ഞാൻ വേറൊരു പ്രൊഡക്റ്റ് ആണ്. ഓരോ തവണ വളക്കടയിൽ പോയി കഴിയുമ്പോഴും പലതരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മളെ അടിച്ചേൽപ്പിക്കുന്നത്. അതിലൊന്നും നമുക്ക് റിസൾട്ടും കിട്ടുന്നില്ല. പക്ഷെ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കുന്ന കഴിഞ്ഞ 23 വർഷക്കാലമായി ഓൾ പ്രോബ്ലം വൺ സൊല്യൂഷൻ, നമ്മുടെ കാർഷിക മേഖലയിൽ എല്ലാ പ്രോബ്ലത്തിനും സൊല്യൂഷൻ ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ കമ്പനി നമുക്ക് സൊല്യൂഷൻ, നമുക്ക് അതിന് പരിഹാരമായിട്ടാണ് ആ ഉൽപ്പന്നങ്ങൾ നമുക്ക് തരുന്നത്. തീർച്ചയായിട്ടും ആ ഉൽപ്പന്നങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ കീടപ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ഇൻടാക്ട് എന്ന് പറയുന്നത്. കണ്ണിൽ കാണുന്ന എല്ലാ കീടങ്ങളെയും നശിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു. 1 ലിറ്റർ വെള്ളത്തിൽ 2 ml രീതിയിൽ ഇത് മിക്സ് ചെയ്യണം. 250 ml ബോട്ടിലാണ് നമുക്ക് ലഭിക്കുക. അതിന്റെ കൂടെ 10,000 ppm ഉള്ള നീം ഓയിലും കൂടെ മിക്സ് ചെയ്ത്, വേപ്പെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം സ്പ്രേ ചെയ്യുവാൻ. 1 ലിറ്റർ വെള്ളത്തിൽ 2 ml ഇൻടാക്ട് മിക്സ് ചെയ്യുമ്പോൾ 1 ലിറ്റർ വെള്ളത്തിൽ 5 ml വേപ്പെണ്ണ നമ്മൾ മിക്സ് ചെയ്തിട്ട് വേണം ഇതിനെ തെളിച്ചു കൊടുക്കുവാൻ. അപ്പൊ നമുക്ക് കൂടുതലായിട്ടുള്ള ഈ കീടങ്ങളിൽ നിന്നുള്ള രക്ഷ നമുക്ക് നേടുവാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു ഉൽപ്പന്നമാണ് റാപ്പപ്പ് എന്ന് പറയുന്നത്. കാരണം സസ്യങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന മറ്റൊരു പ്രതിസന്ധിയാണ് ഫംഗസിന്റെയും ബാക്ടീരിയന്റെയും വൈറസിന്റെയും ആക്രമണം എന്ന് പറയുന്നത്. അതിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയുള്ള ഒരു ഉൽപ്പന്നമാണ് റാപ്പപ്പ് എന്ന് പറയുന്നത്. ഇത് തികച്ചും അഡ്വാൻസ്ഡ് നാനോ ടെക്നോളജിയാണ്. 1 ലിറ്റർ വെള്ളത്തിൽ 5 ml എന്ന രീതിയിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഇതിന് കംപ്ലീറ്റ് ആയിട്ട് സസ്യത്തിന്റെ പ്രതിരോധ ശേഷിയെ കൂടി വീണ്ടെടുക്കുവാൻ വേണ്ടി നമുക്ക് ഇതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 1 ലിറ്റർ വെള്ളത്തിൽ 5 ml എന്ന രീതിയിലാണ് ഇത് മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത്. ഫംഗസ്, കണ്ണിൽ കാണാത്ത ഫംഗസ്, വൈറസ് എല്ലാത്തിനെയും നമുക്ക് മാറ്റം വരുത്തുവാനും അതിലൂടെ നല്ല ഒരു ഹെൽത്തി ക്രോപ്പിനെ വീണ്ടെടുക്കുവാനും നമുക്ക് ഇതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് എൻകൗണ്ടർ എന്ന് പറയുന്ന വീട് മാനേജ്മെന്റ് ആയിട്ടുള്ള നമ്മുടെ കളനാശീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ഇവിടെ തൃശ്ശൂര് നമ്മുടെ പ്രിയ മാഡം ഇത് കേൾക്കുന്നുണ്ടോ അറിയില്ല. പ്രിയ മാഡം നമ്മൾ ഇന്ന് ആദ്യമായി കേരളത്തിലേക്ക് എൻകൗണ്ടർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ടിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിക്കുന്ന അത്രയ്ക്കും റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിക് വീഡ് മാനേജ്മെന്റ് ആണ് നമ്മുടെ ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നമാണ് എൻകൗണ്ടർ എന്ന് പറയുന്നത്. കാരണം ഇന്ന് നിരോധിച്ച് അത് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല എന്ന് ഗവൺമെന്റ് പറഞ്ഞ റൗണ്ട് അപ്പ് അടക്കമുള്ള ഉൽപ്പന്നങ്ങളെ നമ്മുടെ മണ്ണിലേക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഒക്കെ ഭയങ്കരമായ പ്രോബ്ലംസ് ഉണ്ടാക്കുമ്പോൾ അതിനെയൊക്കെ മാറ്റം വരുത്തുവാൻ വേണ്ടി എൻകൗണ്ടർ എന്ന് പറയുന്ന ഉൽപ്പന്നത്തിലൂടെ സാധിക്കുന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. അത് 1 ലിറ്റർ വെള്ളത്തിൽ 20 മുതൽ 30 ml വരെ വീടിന്റെ സൈസ് അനുസരിച്ച് നമുക്ക് ഉപയോഗിച്ച് സ്പ്രേ ചെയ്താൽ തന്നെ അതിന്റെ റിസൾട്ട് നമുക്കറിയാം. വളരെ പെട്ടെന്ന് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ എൻകൗണ്ടറിന്റെ പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എൻകൗണ്ടർ വളരെ ഉപകാരപ്രദമാണ്. വളരെയധികം ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന അത്രയ്ക്കും കർഷകരുടെ ഒരു അത്രയ്ക്കും പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് എൻകൗണ്ടർ എന്ന് പറയുന്ന ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മുടെ അഗ്രികൾച്ചർ മേഖലയിൽ, നമ്മുടെ കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന മൂലകങ്ങൾക്ക് വേണ്ടി NPK, വളപ്രയോഗത്തിന് വേണ്ടി ഷേത്ത്, ഗ്രോത്തിന് വേണ്ടി സ്റ്റിംറിച്ച്, ആക്റ്റീവ് സ്പ്രെഡറിനും ഗമ്മറിനും വേണ്ടിയിട്ടുള്ള BIO-99, കീടങ്ങൾക്കും അതുപോലെ തന്നെ ഫംഗസിനും വേണ്ടിയിട്ടുള്ള ഇൻടാക്ട് റാപ്പപ്പ്, അതുപോലെ നശീകരണത്തിന് വേണ്ടിയിട്ടുള്ള എൻകൗണ്ടർ എന്ന തികച്ചും ഓർഗാനിക് ആയിട്ടുള്ള കാർഷിക മേഖലയിലെ അടിസ്ഥാനപരമായ ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ വളപ്രയോഗങ്ങളോ ഒന്നും ചെയ്യേണ്ടതില്ല. ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ജൈവം ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ രാസവളങ്ങളോ മറ്റു വളങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ചുരുങ്ങിയ ചെലവിൽ വളപ്രയോഗം നടത്തുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു. വർഷത്തിൽ വലിയ ക്രോപ്പുകൾക്കാണെങ്കിൽ 3 തവണ ഉപയോഗിക്കുക. പച്ചക്കറികളോ മറ്റ് ആനുപാതികമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണെങ്കിൽ അതിനനുസരിച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് കെമിക്കൽ ഉപയോഗിച്ച് ഡ്രം, സ്പ്രേയർ, അതുപോലെ തന്നെ സോപ്പ് പൊടി ഉപയോഗിച്ച ബക്കറ്റോ കപ്പോ പോലും നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. അവയൊക്കെ വിമുക്തമാക്കുന്നതിന് വേണ്ടി കല്ലുപ്പ്, വാളൻപുളി, മഞ്ഞപ്പൊടി എന്നിവ ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചതിന് ശേഷം കഴുകി ഉണക്കി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്.
അതുപോലെ മണ്ണിലേക്ക് നേരിട്ട് അപ്ലൈ ചെയ്യുക. മണ്ണിൽ എത്തുമ്പോഴാണ് ബാക്ടീരിയ ഡെവലപ്പ് ആവുന്നത്. മണ്ണിലേക്ക് നേരിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതും അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇത്രയും അടിസ്ഥാനപരമായ കാര്യങ്ങൾ കാർഷിക മേഖല നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ പക്ഷി മൃഗാദികൾക്കും ഓർഗാനിക് ആയിട്ട് വളരെയധികം റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നത്തെയാണ് ഇനി നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടി പോകുന്നത്. CFC+ എന്ന് പറയുന്നത് 36-ലധികം വരുന്ന വിറ്റമിൻസിന്റെയും പ്രോട്ടീൻസിന്റെയും എൻസൈംസിന്റെയും ഹെർബ്സിന്റെയും പ്രീബയോട്ടിക്കിന്റെയും പ്രോബയോട്ടിക്കിന്റെയും മിനറൽസിന്റെയും ന്യൂട്രിയൻസിന്റെയും ഒരു മിശ്രിതമാണ്, ഓർഗാനിക് മിശ്രിതമാണ് നമ്മുടെ CFC+ എന്ന് പറയുന്നത്. ഇന്ന് പ്രീബയോട്ടിക്സിന്റെയും പ്രോബയോട്ടിക്സിന്റെയും കാലമാണ്. കാരണം പശുക്കളിലായിക്കോട്ടെ മനുഷ്യരിലായിക്കോട്ടെ നമ്മുടെ ദഹന പ്രക്രിയ കൃത്യമായി നടക്കുന്നില്ല എന്നത് വളരെ കൃത്യമായ സത്യസന്ധമായ ഒരു കാര്യമാണ്. ആ ദഹന പ്രക്രിയയെ കൃത്യമായി നടത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ CFC+ സാധിക്കുന്നു. വിറ്റമിൻ എ, വിറ്റമിൻ D3, വിറ്റമിൻ ഇ, ശതാവരി, മേത്തി, വിധാരികണ്ഠൻ, ജീവന്തി അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട വിറ്റമിൻസ് എല്ലാം അടങ്ങിയ ഒരു ഉൽപ്പന്നമാണ് CFC+ എന്ന് പറയുന്നത്. കാരണം പണ്ട് കാലത്താണെങ്കിൽ നമ്മൾ പശുക്കളെ വളർത്തിയിരുന്നത് തോട്ടത്തിലേക്ക് അഴിച്ചുവിട്ടായിരുന്നു. പശുക്കളുടെ ആവശ്യമായ പോഷകാഹാരങ്ങൾ പശുക്കൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമുക്കിഷ്ടമുള്ള ഫുഡ് കൊടുത്ത് പശുവിൽ നിന്നും പാലും ചാണകവും നേടുന്ന ഒരു അവസ്ഥയിലേക്ക്, തൊഴുത്തിൽ കെട്ടിയിട്ട് വളർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റം വരുമ്പോൾ അവർക്ക് ആവശ്യമായ പോഷകാഹാരങ്ങൾ കെമിക്കലിന്റെ രൂപത്തിൽ, ഓക്കയിലൂടെയും മറ്റ് പെല്ലറ്റിന്റെ രൂപത്തിൽ, അമോണിയയുടെ യൂറിയയുടെ കണ്ടന്റിലൂടെ പശുവിന്റെ ശരീരത്തിൽ എത്തുമ്പോൾ അതിന് ഗുരുതരമായ പ്രോബ്ലംസ് ഉണ്ടാവുകയും പാലിനായിക്കോട്ടെ ചാണകത്തിലായിക്കോട്ടെ ഇവൻ പശുവിന്റെ ആരോഗ്യസ്ഥിതിയിൽ പോലും വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിലൂടെ സാധിക്കുന്നു. അവയൊക്കെ മാറ്റം വരുത്തുവാൻ വേണ്ടി നമുക്ക് ചെന പിടിപ്പിക്കുവാൻ വേണ്ടിയും പശുക്കളുടെ മെറ്റബോളിസം കംപ്ലീറ്റ് ചേഞ്ച് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും അടങ്ങിയ ഒരു പ്രൊഡക്റ്റ് ആണ് CFC+ എന്ന് പറയുന്നത്. ഇത് പശുക്കൾ മുതൽ പക്ഷി മൃഗാദികൾക്ക് വരെ കൊടുക്കുവാൻ വേണ്ടി സാധിക്കും. 10 മുതൽ 15 ഗ്രാം വരെ കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയ കിടാങ്ങൾക്കാണെങ്കിൽ 5 മുതൽ 7 ഗ്രാം വരെ കൊടുക്കാം. 250 ഗ്രാം ഒരു ടൺ ഫീഡിന് കോഴികൾക്ക് കൊടുക്കുവാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് CFC+. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 10 മുതൽ 15% വരെ പാലുൽപാദനം വർദ്ധിക്കുന്നു, പാലിന്റെ കൊഴുപ്പിൽ മാറ്റം ഉണ്ടാകുന്നു, റീഡിങ്ങിൽ മാറ്റം ഉണ്ടാകുന്നു, ചാണകത്തിൽ പോലും മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി ദഹന പ്രക്രിയ കൃത്യമാക്കി ചാണകത്തിൽ പോലും നല്ല ക്വാളിറ്റിയുള്ള ചാണകം നമുക്ക് തരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ CFC+ എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ രാജ്യത്തിൽ കേരളമാണ് ഏറ്റവും കൂടുതൽ ഫിഷ് ഫാമിങ്ങിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത്. ആ ഫിഷ് ഫാമിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഗാനിക് ഫീഡ് സപ്ലിമെന്റ്, അതുപോലെ അതിന്റെ ജലത്തെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അക്വാ ക്ലിയർ, അതുപോലെ തന്നെ അതിന്റെ ജലത്തിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അക്വാ കൾച്ചർ എന്നിങ്ങനെ 3 ഉൽപ്പന്നങ്ങളോട് ചേർന്ന ഒരു ഭൂമിയിലെ സർവ്വചരാചരങ്ങൾക്കും കൊടുക്കുവാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നത്തെ, ഒരു കമ്പനിയെയാണ് നമ്മൾ ഇന്നിവിടെ മനസ്സിലാക്കിയത്. കൃഷികൾക്കും ഭൂമിയിലെ നമ്മുടെ പക്ഷി മൃഗാദികൾക്കും നമ്മുടെ ഫിഷിനടക്കം, മീൻ ഫാമിങ്ങിനടക്കം, ഓർഗാനിക് മീൻ ഫാമിങ്ങിനടക്കം പ്രോത്സാഹിപ്പിക്കുന്ന, വളരെ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന വളരെ അടിസ്ഥാനപരമായ ഉൽപ്പന്നങ്ങളെയും കഴിഞ്ഞ 23 വർഷക്കാലമായി ഇന്ത്യയിലെ 24 സംസ്ഥാനങ്ങളിൽ G2 സർട്ടിഫൈയോടുകൂടി, ഇക്കോസെറ്റിന്റെ സർട്ടിഫൈയോടുകൂടി, DSIRന്റെ സർട്ടിഫൈയോടുകൂടി പ്രവർത്തിക്കുന്ന ISO 9001 അപ്രൂവ്ഡ് കമ്പനി, ഇന്ത്യൻ ഗവൺമെന്റിന്റെ അപ്രൂവ്ഡ് കമ്പനി, ഓർഗാനിക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെയാണ് നെറ്റ്സർഫ് എന്ന് പറയുന്ന കമ്പനിയെയും ആ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ചുമാണ്, ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച കർഷകരുടെ അനുഭവങ്ങളുമാണ് നമ്മൾ ഈ ട്രെയിനിങ്ങിലൂടെ മനസ്സിലാക്കിയത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കൃഷിയിടത്തിൽ ഇത് ഉപയോഗിക്കുക, മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുക എന്നത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരുപക്ഷെ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കാര്യമാണ്, പണ്ട് കഴിഞ്ഞ വർഷം കാരിത്താങ്കൽ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ, കോട്ടയത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലായ കാരിത്താങ്കൽ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു മരണത്തിന്റെ ആവശ്യവുമായി ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പോൾ കണ്ടത് അവരുടെ ക്രെഡിബിലിറ്റി ആയിരുന്നു. അവിടെ ഒരു ബോർഡ് പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ 10 വർഷം കൊണ്ട് 45 ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങി നമ്മൾ ഇന്നിവിടെ കേരളത്തിലെ നമ്പർ 1 ഹോസ്പിറ്റലായി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ്, ആരൊക്കെയാണ് ഈ ഡയാലിസിസ് യൂണിറ്റിലേക്ക് ഈ ഡയാലിസിസ് വർദ്ധിപ്പിക്കുന്നത് എന്നത് ഒരു ചിന്ത ഓരോ കർഷകരിലേക്കും ഓരോ ജനങ്ങളിലെ മനസ്സിലേക്കും ഇട്ടുകൊണ്ട് ഓർഗാനിക് ഫാമിങ്ങിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നല്ലൊരു കാർഷിക സംസ്കാരത്തെ കെട്ടിപ്പടുക്കുവാൻ വേണ്ടി കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി എന്ന ആപ്തവാക്യം മുറുകെ പിടിച്ചുകൊണ്ട് രാസവളത്തിൽ നിന്നും മറ്റു വളങ്ങളിൽ നിന്നും ഉപയോഗിക്കുന്നതിൽ നിന്നും 25% മുതൽ 40% വരെ വരുമാന വർധനവ് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ണികളായി നമുക്ക് പ്രവർത്തിക്കാം, ഒരു കൈയായി നമുക്ക് പ്രവർത്തിക്കാം, വരുന്ന തലമുറയ്ക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് നെറ്റ്സർഫ് കേരളയ്ക്ക് ഒരിക്കൽ കൂടി ഞായറാഴ്ച നമ്മുടെ അടുത്ത മീറ്റിംഗുമായി പുതിയ കാഴ്ചകളുമായി നമുക്ക് കണ്ടുമുട്ടാൻ സൂചിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് നെറ്റ്സർഫ്. താങ്ക് യു വെരി മച്ച്.
ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാനുള്ള ഒരു ടൈമിംഗ് ഉണ്ട്. അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാം. പ്രൊഡക്റ്റിനെ കുറിച്ചോ അതിന്റെ ബാക്കിയുള്ള നമ്പറിനെ കുറിച്ചോ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഒരു 5 മിനിറ്റ് സമയം നമുക്കതിന് ചോദിക്കാം. സാർ ആർക്കും ഒന്നും ചോദിക്കാനില്ലെന്ന് തോന്നുന്നു. നമുക്ക് തമ്മിൽ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ സാർ, ഓക്കെ സാർ. ഓക്കെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. നമുക്ക് പുതിയ ഒരു മീറ്റിംഗുമായി കാണാം. ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ഉപയോഗിച്ച് നോക്കുക. നമ്പറുകൾ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് നോക്കാം. 8547666622. ഓക്കെ സാർ, വൈൻഡപ്പ് ചെയ്യാം സാർ.